യശോദേ, മര്യാദയ്ക്ക് നീ മാറി നിൽക്ക്. ഇല്ലമ്മേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ വീടിനകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് മുത്തശ്ശിയുടെ വീടല്ലേ? മുത്തശ്ശിയുടെ വീടിനകത്ത് കയറലെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അധികാരം? ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ആ ഇല മുറിച്ച് വരുന്നതിന് മുമ്പേ അവന്റെ മുത്തശ്ശിയുടെ നാവ് നമുക്ക് മുറിക്കണം. മുത്തശ്ശി വാ. ആ പിന്നെ മുത്തശ്ശി, പറ്റുകയാണെങ്കിൽ അവരുടെ വലിയ കുടുംബത്തെ കവളുണ്ടല്ലോ, അതൊന്ന് ശരിയാക്കി കൊടുക്കണേ. അടി നിനക്ക് മാത്രമല്ലല്ലോ, എനിക്കും കിട്ടിയിട്ടില്ലേ? ഓ എന്റെ ഭഗവാനെ, ഇപ്പൊ ഞങ്ങളുടെ യോഗവാ. ഭഗവാന് ഞങ്ങളുടെ കൂടെ നിൽക്കാനേ തരവുള്ളൂ, കേട്ടല്ലോ. രാധികെ, നിന്റെ ഈ ഊണ് കച്ചവടമേ ഞങ്ങളുടെ വീട്ടിലെ കുടുംബകലഹത്തിന് കാരണമാവെന്ന് തോന്നുന്നു. അയ്യോ, അതെന്തുപറ്റി? എന്റെ ഭർത്താവ് ഒരു ദിവസം ആറ്റുവാശ്ശേരി കയറി സദ്യ കഴിച്ചു. അന്ന് തുടങ്ങിയതാ ഇതിന്റെ കറികള്, ഇതിന്റെ കൂട്ട്, ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തലോട് പുകഴ്ത്തല്. ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഈ കറികളൊക്കെ എങ്ങനെയാ വെക്കുന്നതെന്ന് രാധികയോട് ചോദിച്ചു പഠിക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിലേ രാധിക ഒരു പാചക ക്ലാസ് തുടങ്ങേണ്ടി വരും. വീട്ടിൽ ഒരാൾ ഇതേ പിടുത്തം തന്നെയാ. എന്തായാലും ശരി, ആറ്റുവാശ്ശേരി സദ്യ പെട്ടെന്നങ്ങ് പ്രസിദ്ധമായി. എന്തൊക്കെ പറഞ്ഞാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് ആറ്റുവാശ്ശേരി സദ്യ കയറി ഞാൻ കൊളുത്തി. ഇനി കുറെ കാലം കഴിയുമ്പോഴേ ആറ്റുവാശ്ശേരി സദ്യയുടെ പേരിലായിരിക്കും ഈ നാട്ടുകാർ അറിയപ്പെടാൻ പോകുന്നത്, അല്ലേ രാധികയെ? നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞാ അതെന്റെ സന്തോഷം. എന്തായാലും ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലും കൊണ്ട് ഇറങ്ങിയിട്ട് വെറുതെ ആയില്ലല്ലോ എന്നതാണ് ഒരു സന്തോഷം. അതെ, ഈ കറികളിൽ ചേർക്കുന്ന കൂട്ടെന്താ? ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്കൂടെ പറഞ്ഞതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കണ്ടേ? അയ്യോ ചേച്ചി, കറിക്കൂട്ടുകളൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അതൊക്കെ ആറ്റുശ്ശേരി സദ്യയുടെ സ്പെഷ്യൽ അല്ലേ. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിടിച്ചെക്കാൻ പറ്റൂ. അത് മോള് പറഞ്ഞത് കാര്യ. അങ്ങനെ രാധിക പറഞ്ഞ് നമ്മൾ എല്ലാവരും ഇത് അടുക്കളയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ ഇവൾക്കും ഇവളുടെ പൊതിച്ചോറിനും എന്താ വില? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു മോളെ. എന്തായാലും ഒരു പൊതി ചോറ് കൊണ്ടു കൊടുത്താ അവിടെ വാ അടഞ്ഞിരിക്കും. അതിൽ കൂടുതൽ എനിക്കെന്താ? ഹലോ അമ്മ. അമ്മ ഞാനിപ്പോ വരാം. എന്തു പറ്റി മോളെ? അതൊന്നുമില്ല, അത് അവിടെ ആളുകൾ വന്നിട്ടുണ്ട്. സദ്യ ഓർഡർ ചെയ്യാൻ വന്നവരായിരിക്കും അല്ലേ മോളെ? അതെ. രാധികെ, എനിക്ക് നാളെ 4 എണ്ണം വേണം കേട്ടോ. അമ്മ അനിയത്തി മോളും വരുന്നുണ്ട്. ശരി. കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ കൊച്ചിനെ മറികടക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. എന്നാലും അതിന്റെ കാര്യം കുറച്ച് കഷ്ടമാ. ഏതുയരം വരെ പോയതാ. അവിടുന്ന് താഴോട്ട് വീണതല്ലല്ലോ, വലിച്ചിട്ടതല്ലേ. ആ നാശം പിടിച്ച തള്ളയും തിരുമേനിയുടെ മോളും കൂടി. യശോദേ, മര്യാദയ്ക്ക് നീ മാറി നിൽക്ക്. ഇല്ലമ്മേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ വീടിനകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് മുത്തശ്ശിയുടെ വീടല്ലേ? മുത്തശ്ശിയുടെ വീടിനകത്ത് കയറലെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അധികാരം? ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് കയറുകയും വേണ്ട, ജയഭാരതി അമ്മയെ കാണുകയും വേണ്ട. ഓ, അപ്പൊ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മുതലിന്റെ വില എത്രയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നാ കേട്ടോ, കണിമംഗലം ജയഭാരതിയെ കാണാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. മഹാറാണി ഊരു ചുറ്റാൻ ഇറങ്ങി ആറ്റുവാശ്ശേരിയുടെ ദരിദ്രക്കുടിലിൽ ഇറങ്ങിയാലേ ഒന്ന് കണ്ടു തൊഴണ്ടേടി. മാറിയിക്കടി കൊണ്ട്. എന്നെ കൊന്നാലും ഞാൻ മാറില്ല. മാറമ്മ. നോക്ക്, മുത്തശ്ശിയുടെ വീട്ടിൽ മുത്തശ്ശി ഒരു തീരുമാനം എടുത്താ അതിനാരെതിരെ നിന്നാലും ഞാൻ ഇത് തന്നെയായിരിക്കും ചെയ്യുക.
മാറങ്ങോട്ട്. അമ്മേ ശ്ശേ. കളിമംഗലം ജയഭാരതിക്ക് ഞങ്ങളെ മനസ്സിലായോ ആവോ? നിങ്ങളെ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് സുകുമാരി? ഞങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ലല്ലോ അല്ലേ? അതെങ്ങനെ മറക്കാനടി മോളെ? അന്ന് ജയഭാരതി കിരീടം വെക്കാത്ത റാണിയല്ലേ? മക്കളെയും മരുമക്കളെയും ഒക്കെ നിയന്ത്രിച്ച് രാജവാഴ്ച വാണിരുന്ന കാലം. ഞാനും നീയൊക്കെ അന്ന് ആരാ? ഇവരുടെ ദയ കൊണ്ട് 3 നേരവും ഭക്ഷണം കഴിച്ചു കിടക്കുന്ന വെറും സാധാരണക്കാരും. സുകുമാരി, പഴയതൊക്കെ അങ്ങ് വിട്ടുകള. എന്നിട്ട് ഈ പഴയതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞതാ. അമ്മേ മിണ്ടിപ്പോവരുത് നീ. പഴയതൊക്കെ ഞങ്ങൾ മറക്കണമല്ലേ? എന്നും ഏതു നേരവും എന്നെയും എന്റെ മോളെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ടി വരുമെന്ന് കണിമംഗലം ജയഭാരതി കരുതിയില്ല അല്ലേ? നിങ്ങളുടെ അഹങ്കാരം കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദൈവം നിങ്ങൾക്ക് തന്ന തിരിച്ചടിയാ മറ്റുള്ളവരുടെ തലയിൽ ഇടുത്തിയായിട്ട് വീണത്. എന്നിട്ട് സുഖതാമസത്തിന് വന്നു കയറിയ സ്ഥലം കൊള്ളാം. ഇതേതാ സ്ഥലമെന്നറിയാവോ? ആറ്റുവാശ്ശേരി. ഈ ഇരിക്കുന്നതേ സുകുമാരിയുടെ കട്ടില്ല. ചവിട്ടിയിരിക്കുന്നത് സുകുമാരിയുടെ തറയില. നാണമില്ലേ തള്ളേ നിങ്ങക്ക്? പട്ടിണി കിടന്ന് ചത്താ പോലും ഇത്തിരി അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ പാടുണ്ടോ? പ്രിയങ്ക, എന്തൊക്കെയാടി നീ മുത്തശ്ശിയോട് പറയുന്നേ? ആരുടെ മുത്തശ്ശി? ഇവരെയൊക്കെ ഇനി എന്തിനാ ഞാൻ ബഹുമാനിക്കാൻ നിൽക്കുന്നേ? പിച്ചെടുക്കാൻ വന്നല്ലേ? പേരക്കുട്ടി കയറി വന്നതിന്റെ പിന്നാലെ കൈനീട്ടി വന്നല്ലേ? അപ്പൊ ആ മുറ്റത്തിന്റെ ഒരു അറ്റത്ത് നിർത്തണം. അതാ ചെയ്യേണ്ടത്. ജയഭാരതി, ഈ കുടുംബത്തില് എന്റെ ആറ്റുവാശ്ശേരിയില് അങ്ങനെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം. ജയഭാരതിയമ്മേ, എങ്ങോട്ടാ പോകുന്നേ?